സന്തോഷമുള്ള ഹൃദയത്തോടെ വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. 7-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. ദാവീദ് പറയുകയാണ്, എന്റെ ദൈവമായ യഹോവയെ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. ആരാണ് നമ്മുടെ ദൈവം? നമ്മെ വേട്ടയാടുന്ന സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവനായ ദൈവം. 2 വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വേട്ടയാടുന്ന ശത്രുക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോ ദിവസവും ശത്രു പല നിലയിലാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ഏക ലക്ഷ്യം നമ്മെ തകർത്ത് കളയുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മീയത്തെ, നമ്മുടെ ഭൗമികത്തെ, ശരീരത്തെ ഒക്കെ പല നിലയിൽ കൂടെ നമ്മെ തകർത്ത് കളയാനുള്ള ലക്ഷ്യമാണ് പിശാചിനുള്ളത്. എന്നാൽ വേട്ടയാടുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നും, എല്ലാവരുടെയും കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്നത് ഒറ്റ ഒരാൾക്കേ കഴിയൂ. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന് മാത്രം. ഇവിടെ അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വേട്ടയാടുന്ന സകല കയ്യിൽ നിന്നും ദൈവമേ, നീ ഞങ്ങളെ വിടുവിക്കണമേ. ഒരു പ്രാർത്ഥനാവാചകമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം ആരാണ്? നിന്നെ എല്ലാ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. നിനക്കെതിരായി ശത്രുക്കൾ എന്തൊക്കെ പദ്ധതി കൊണ്ടുവന്നാലും, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ ബിസിനസ്സിനെതിരായി, നിന്റെ വ്യക്തി ജീവിതത്തിനെതിരായി ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളുമായിട്ടൊക്കെ മുൻപോട്ട് വന്നാലും, ദാവീദിനെ വേട്ടയാടുവാൻ അതേ ഗോലിയാത്ത് തന്റെ വാക്കുകൾ പ്രയോഗിച്ച് അവനെ തകർത്ത് കളയാൻ ശ്രമിച്ചെങ്കിലും, വേട്ടയാടാൻ ശ്രമിച്ച ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് ധൈര്യത്തോടെ യേശുവിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ജയം നേടിയതുപോലെ ഇന്ന് പകൽക്കാലം നമ്മെ വേട്ടയാടുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും സകല പ്രതികൂലത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കാൻ പോകുകയാണ്. മാനസികമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചിന്തിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങളുടെ ചെവിയിലേക്ക് കേൾപ്പിച്ച് നിങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരുടെ പദ്ധതികളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. വേടന്റെ കയ്യിൽ അകപ്പെട്ട ഒരു പക്ഷി എങ്ങനെയാണോ രക്ഷപ്പെട്ടു വരുന്നത് പോലെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സഹായിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം ഇന്നും അതേ മന്ദമായിട്ടില്ല. നമ്മളെ കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ശബ്ദം, അതേ ചെവികളുടെ ശബ്ദം അതിന് മന്ദമായി പോയിട്ടില്ല. കാണുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞിട്ടില്ല. ലോകം നമ്മെ തള്ളിപ്പറയുമ്പോൾ, ലോകം നമ്മെ വേട്ടയാടുമ്പോൾ, ലോകം നമ്മെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മെ തകർത്ത് കളയാൻ ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ സകലവിധമായ വേട്ടയാടുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ രക്ഷിക്കാൻ പോകുക. നമ്മെ രക്ഷിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുവാൻ എത്ര പേർക്ക് കഴിയും? മറ്റുള്ളവന്റെ വാക്കുകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ദാനിയേലിനെതിരായിട്ട് രേഖ എഴുതിയിരിക്കുന്നു കേട്ടപ്പോൾ ദാനിയേൽ ഒരിക്കലും എവിടെയെങ്കിലും പോയി ആരുടെയിൽ നിന്ന് ജാമ്യം എടുക്കുവാനോ ഒരു സഹായത്തിനായി സഹായം ചോദിക്കാനോ ദാനിയേൽ പോയില്ല. താനെന്നും ചെയ്തു വരാറുള്ളത് പോലെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാ. നിങ്ങളുടെ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ പിടിച്ചെടുക്കാൻ പോകുകയാ. നിങ്ങളെ വേട്ടയാടുന്ന സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ പോകുക. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ മക്കളെ ശത്രു ഇന്ന് വേട്ടയാടുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിന്റെ മ്ലേച്ഛതകളും മായാ കാഴ്ചകളിലും നിങ്ങളുടെ തലമുറകൾ പിടിക്കപ്പെട്ടിരിക്കുന്നുവോ? വിശ്വസീര്, ഈ ദൈവത്തോട് പ്രാർത്ഥിര്, ദൈവം അതിൽ നിന്ന് നിങ്ങളുടെ മക്കളെ വിടുവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും സഫലമാകത്തക്ക നിലയിലുള്ള സന്തോഷകരമായ ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകും. പ്രാർത്ഥനയോടെ മുന്നേറുക. ഈ പകൽക്കാലം ദൈവം നിങ്ങളെ വിടുവിക്കും. ആ കർത്താവിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതേ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.